ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 243 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മണൻ മാസ്റ്ററാണ്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡാണ്. നമുക്ക് വേണ്ടി അനുഭവം പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതും ലിജ അനിലാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ബാലവികാസ് കുട്ടിയാണ്. മോള് അങ്കിള് പറഞ്ഞ ശേഷം വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. മോള് ഇത് ഓപ്പൺ ചെയ്തിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വായിക്കാൻ തുടങ്ങിക്കോളൂ. സായിരാം. സുശീല വീഡിയോ ഓഫ് ചെയ്യാ. മോള് പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് ലിജ അനിൽ. ഞാൻ ട്രിവാൻഡ്രത്തെ അമ്പലമുക്ക് സമിതിയിലെ ചൈതന്യ ബാലവികാസ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീ സത്യസായി വാണിയിലെ 23 ഭാഗത്തെ അന്തര്യാമിയായ രാമൻ എന്ന ഭാഗമാണ്. അന്തര്യാമിയായ രാമൻ. ദിവ്യാത്മ സ്വരൂപരെ, ഈ ലോകത്ത് ഓരോ മനുഷ്യനും ജനിക്കുന്നത് 3 തരത്തിലുള്ള രണബാധിത തീർക്കാനാണ്. ദൈവത്തോടുള്ള കടമാണ് ആദ്യത്തേത്. രണ്ടാമത്തെ കടം ഋഷിമാരോടുള്ളതാണ്. സ്വന്തം രക്ഷിതാക്കളോടുള്ള കടമാണ് അവസാനത്തേത്. ഓരോ ശരീരകോശത്തിലും ഈശ്വര സാന്നിധ്യമുണ്ട്. ആ ചൈതന്യമാണ് ഓരോ കോശത്തിനും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ ഈ ഊർജത്തെ പറ്റി ബോധവാനായിരിക്കണം. ഈ ദിവ്യോർജത്തെ നിലനിർത്തി തരുന്നതിന് അവൻ ഈശ്വരനോട് നന്ദിയുള്ളവനായിരിക്കണം. ഇതിൽ പരാജിതനായാൽ അവന്റെ ജീവിതം തന്നെ വ്യർത്ഥമായി. പവിത്ര കർമ്മങ്ങളും സേവനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടും തന്റെ ഓരോ പ്രവൃത്തിയും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടും മനുഷ്യന് ഈശ്വരനോടുള്ള രണബാധ്യത തീർക്കാം. ഈശ്വരാനുഗ്രഹത്താൽ ലഭ്യമായ ഈ ശരീരം ദൈവസേവാർത്ഥം സമർപ്പിച്ചാൽ മാത്രമേ ഈശ്വരനോടുള്ള കടബാധ്യത തീരുകയുള്ളൂ. അതായത് പവിത്രവും ശ്രേഷ്ഠവുമായ കർമ്മങ്ങൾ അർപ്പണബോധത്തോടെ ദിവസവും ചെയ്യുകയാണെങ്കിൽ ആ രണബാധ്യത തീരുന്നു. ഋഷികളോടും രക്ഷിതാക്കളോടുമുള്ള രണബാധ്യത. അടുത്ത കടം ഋഷിമാരോടുള്ളതാണ്. ജീവിതം മുഴുവൻ തപസ്സിനും ആത്മീയ അന്വേഷണങ്ങൾക്കുമായി ചിലവഴിച്ച് ഋഷിമാരാണ് ശാസ്ത്രങ്ങൾ ഗ്രഹിച്ച് അവ മനുഷ്യർക്ക് കൈമാറിയത്. ഈ ശാസ്ത്രങ്ങളാണ് ഇഹലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അറിവും മാർഗനിർദ്ദേശവും മനുഷ്യർക്ക് നൽകുന്നത്. സ്വഭാവ ക്രമീകരണത്തിലൂടെ അന്തർശ ജീവിതം നയിക്കാനൊതുങ്ങുന്ന ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അടങ്ങിയ ശാസ്ത്രങ്ങൾ മാനവരാശിക്ക് നൽകിയത് ഋഷിമാരാണ്. നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകുന്നതിൽ ഇവയ്ക്കുള്ള മഹത്തായ പങ്ക് നാം മനസ്സിലാക്കേണ്ടതാണ്. പരിത്യജിക്കേണ്ടതും ആവശ്യം ചെയ്യേണ്ടതുമായ പ്രവൃത്തികൾ ഏതെല്ലാമാണെന്ന് ഋഷിമാർ തെളിച്ച പാതയിലൂടെ മുന്നേറുമ്പോൾ നാം പഠിക്കുന്നു.
ഈ നിർദ്ദേശങ്ങൾ തീർച്ചയായും വളരെ നിഷ്കർഷതയോടെ പാലിക്കേണ്ടതുണ്ട്. നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുകയും വിലക്കപ്പെട്ടവ വർജിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഋഷിമാരോടുള്ള ഋണബാധ്യത തീരുകയുള്ളൂ. രക്ഷിതാക്കളോടുള്ള ഋണബാധ്യതയാണ് മൂന്നാമത്തേത്. അമ്മയുടെ രക്തത്തിൽ നിന്നും മാംസത്തിൽ നിന്നുമാണ് ഓരോ വ്യക്തിയുടെയും ശരീരം രൂപപ്പെടുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകുക, അതീവ ശ്രദ്ധയോടും സ്നേഹത്തോടും അതിനെ വളർത്തുക തുടങ്ങിയ മാതൃനിർവേശമായ ത്യാഗം വാക്കുകൾക്കതീതമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും നിങ്ങളുടെ ജീവിതവും തന്നെ രക്ഷിതാക്കളുടെ ദാനമാണ്. തന്റെ രക്ഷിതാക്കളെ സന്തുഷ്ടരാക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും പ്രാഥമിക കർത്തവ്യമാണ്. ഈ കർത്തവ്യം ചെയ്തുകൊണ്ടും മാതൃകാപരമായ പെരുമാറ്റത്തിലൂടെയും സാമൂഹ്യ സേവനത്തിലൂടെയും ഈ ഋണബാധ്യത തീർക്കാൻ കഴിയും. ഈ കാരണങ്ങളാലാണ് ദശരഥ മഹാരാജാവ് യജ്ഞങ്ങളും യാഗങ്ങളും അതുപോലെയുള്ള മഹത് കർമ്മങ്ങളും നടത്തി ഈശ്വരനോടും ഋഷിമാരോടുമുള്ള ഋണബാധ്യതയിൽ നിന്നും മുക്തി നേടിയത്. എന്നാൽ പിതൃഋണം, രക്ഷിതാക്കളോടുള്ള കടം തീർക്കുന്നതിൽ അദ്ദേഹം പരാജിതനായി. രക്ഷിതാക്കളോടുള്ള അനാദരവ് കൊണ്ടായിരുന്നില്ല, മറിച്ച് ധർമ്മബോധമുള്ള ഒരു ധന്യപുത്രന്റെ അഭാവത്താലായിരുന്നു പിതൃഋണം തീർക്കാൻ അദ്ദേഹത്തിന് കഴിയാതായത്. ധർമ്മത്തിന്റെ മഹത്വത്തെ കുറിച്ച് തികച്ചും ബോധവാനായിരുന്നു ദശരഥൻ. അങ്ങനെ പുത്രദുഃഖം ഇല്ലാതാക്കാൻ പുത്രകാമേഷ്ടി യോഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. എന്തിനാണ് ദശരഥൻ പുത്രകാമേഷ്ടി യോഗം നടത്തിയത്? തന്റെ ധനവും സ്ഥാനമാനവും അന്യാദിപ്പെട്ടു പോവാതിരിക്കാനായി മാത്രം സന്തതി ഉണ്ടാവാൻ ഒരാളും ആഗ്രഹിക്കരുത്. തന്റെ മരണാന്തര ചടങ്ങുകൾ ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ല സന്തതി ഉണ്ടാവാൻ ആഗ്രഹിക്കേണ്ടത്. സമൂഹ സേവനത്തിലൂടെ ധർമ്മം അനുഷ്ഠിക്കാൻ ആണ് സന്തതി ഉണ്ടാവേണ്ടത്. ഈ ലക്ഷ്യമിട്ടുകൊണ്ട് ദശരഥൻ പുത്രകാമേഷ്ടി യോഗം നടത്തിയത്. വസിഷ്ഠനും ജപാലിയും അതുപോലുള്ള മറ്റു മഹർഷിമാരെ ചക്രവർത്തിയുടെ തീരുമാനത്തെ ഹൃദയംഗമായി സ്വാഗതം ചെയ്തു. ഈ അവസരത്തിൽ പ്രധാനമന്ത്രിയായ സുമന്ത്ര ഋഷി സനത് കുമാരൻ ചക്രവർത്തിക്ക് നൽകിയ ഉപദേശത്തെ ഓർമ്മിപ്പിച്ച് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മഹാരാജാവേ, ഋഷി സനത് കുമാരന്റെ ഉപദേശം അങ്ങ് വിസ്മരിച്ചുവോ? മഹാനായ ഋഷി ശൃംഗ മഹർഷിയുടെ അനുഗ്രഹം തേടാനും അദ്ദേഹത്തെ യാഗത്തിൽ ബ്രഹ്മസ്ഥാനത്തിരുത്താനും അങ്ങേ സനത് കുമാരൻ ഉപദേശിച്ചിരുന്നു. അങ്ങനെ ധാരാളം സന്യാസിമാരുടെയും പുരോഹിതരുടെയും അകമ്പടിയോടെ ദശരഥൻ ഋഷ്യശൃംഗന്റെ ആശ്രമത്തിലെത്തി. ഋഷ്യശൃംഗ മഹർഷി ചക്രവർത്തിയുടെ ഇച്ഛാനുസരണം തന്റെ പത്നിയായ ശാന്തയുമായി യാഗത്തിനെത്തി. പുത്രകാമേഷ്ടി യാഗത്തിനു മുന്നോടിയായി ഒരു അശ്വമേധ യോഗം നടത്തേണ്ടതായി ഉണ്ട്. ഇതിനായി എല്ലാ ലക്ഷണവുമൊത്ത ഒരു കുതിര ആവശ്യമാണ്. നിർദ്ദേശിച്ച ലക്ഷണങ്ങളെല്ലാം ഈ കുതിരയ്ക്കുണ്ടായിരിക്കണം. ഇത്തരം കുതിരയ്ക്ക് വേണ്ടി ഒരു വസന്തകാലത്തിൽ ആരംഭിച്ച അന്വേഷണം അടുത്ത വസന്തകാലത്തിലാണ് സഫലമായത്. യാഗത്തിനായി ഈ കുതിരയെ സുസ്ഥിരമാക്കുന്നതിന് 1 വർഷം വേണ്ടി വന്നു. അവസാനം വിജയത്തിനായി ഈ കുതിരയെ വിട്ടയച്ചു. കൃത്യം 1 വർഷം കഴിഞ്ഞ് അടുത്ത വസന്തകാലത്തിന് തന്റെ ദിവ്യ ദൗത്യം പൂർത്തിയാക്കി ഈ കുതിര മടങ്ങിയെത്തിയത്. ഇതിനർത്ഥം പുത്രകാമേഷ്ടി യോഗത്തിനുള്ള ഒരുക്കങ്ങൾ തന്നെ 3 വർഷം നീണ്ടു നിന്നു എന്നാണ്. ഈ സമയത്ത് ബ്രഹ്മാവ് പ്രത്യക്ഷനായി. വാസ്തവത്തിൽ ആരാണ് ബ്രഹ്മാവ്? ചതുർമുഖനായാണ് ബ്രഹ്മാവ് അറിയപ്പെടുന്നത്. ബ്രഹ്മാവ് ദശരഥനോടുരുളി: രാജാവേ, അങ്ങയുടെ ആഗ്രഹം സഫലമാകും. എളുപ്പം യാഗം പൂർത്തിയാക്കുക. അതിന് സന്തുഷ്ടനായ ദശരഥൻ പ്രജകൾക്കെല്ലാം ഔദാര്യപൂർവം പാരിതോഷങ്ങൾക്ക് വാരിക്കോരി നൽകി കൊണ്ട് യജ്ഞം പൂർത്തിയാക്കി. ശാസ്ത്രങ്ങൾ പറയുന്നു, വിഷ്ണുവിന്റെ സ്വരൂപമാണ് യജ്ഞം. ശംഖ് ചക്രധാരിയായ മഹാവിഷ്ണുവല്ല, മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മാവാണ് വിഷ്ണു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാകുന്നത്. ചതുർവേദങ്ങൾ 4 സന്തതികളായി ജനിക്കുന്നു. യാഗത്തിൽ കയ്യിൽ പാൽപായസവുമായി ഒരു ദേവൻ ഹോമഗ്നിയിൽ പ്രത്യക്ഷനായി. അതിവിശിഷ്ടവും മഹത്തായതുമാണ് ഈ പായസം. വേദങ്ങളുടെ സാരത്തെ അഥവാ സത്യത്തെയാണ് അത് പ്രതിനിധിക്കുന്നത്. ദശരഥന്റെ 3 പത്നിമാർ ഈ പായസം കഴിച്ചപ്പോൾ 4 വേദങ്ങൾ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന 4 സന്തതികളാണ് ജനിച്ചത്.
ധർമ്മസ്വരൂപരായ യജുർവേദത്തെയാണ് രാമൻ പ്രതിനിധീകരിക്കുന്നത്. സദാ രാമ നാമം മുരുവിട്ടുകൊണ്ട് രാമസേവയ്ക്കായി സ്വയം സമർപ്പിച്ച ലക്ഷ്മണൻ ഋഗ്വേദത്തെ പ്രതിനിധീകരിക്കുന്നു. രാമന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഭരതൻ സാമവേദത്തെയും ആന്തരികവും ബാഹ്യവുമായി എല്ലാ ലിപികളെയും കീഴടക്കി തന്റെ 3 സഹോദരങ്ങളെയും സേവിക്കാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ശത്രുഘ്നൻ അഥർവേദത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ ഈ 4 സഹോദരന്മാർ 4 വേദങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. കേവലം ഉപരി വിപ്ലവമായ വായനയേക്കാൾ ഉപരി ഇത്തരം നിഗൂഢമായ സാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള രാമായണ പഠനത്തിലൂടെ മാത്രമേ ഈ ഇതിഹാസത്തിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ശ്രീ സായിരാം. സായിരാം മോളെ, ഇനി മോളെ അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് ലിജാനിൽ. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സെന്റ് ഗൊറേറ്റീസിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തെ അമ്പലമുക്ക് സമിതിയിലെ ചൈതന്യ ബാലവികാസ് ഗ്രൂപ്പ് 3 സ്റ്റുഡൻ്റ് ആണ്. ലതാൻഡിയാണ് എൻ്റെ ഗുരു. ഞാൻ ബാലവികാസിൽ എത്താനായി ഒരു ചെറിയ സ്റ്റോറിയാണുള്ളത്. ഞാൻ ചെറുതിലെ 2-3 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് അവിടെ പോവാൻ തുടങ്ങിയത്. പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ആൻറ്റി നമുക്ക് പറഞ്ഞു തന്നു. അവിടെ പോവാൻ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഒരുപാട് നല്ല നല്ല സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നു. നല്ല മൂല്യങ്ങളുള്ള സ്റ്റോറീസ് ഒക്കെ ആൻറ്റി പറഞ്ഞു തന്നതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു നമ്മളെ വിടാനായിട്ട്. അങ്ങനെ ഒരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്. ഞാൻ അവിടെ എത്താനായിട്ട് നെയ്ബേഴ്സ് ഒക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അമ്മ അറിയുന്നത്. പിന്നെ എന്നെയും ചേച്ചീനെയും വിട്ടു. ഞാൻ ചെറുതിലെ 2-3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ബാലവികാസിൽ പോകാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ എൻ്റെ പാരൻസ് ആരും സായി ഡിവോട്ടീസ് അല്ല. എന്നിട്ട് ഞാൻ അവിടെ എത്താൻ പറ്റിയത് സ്വാമിയുടെ ബ്ലെസ്സിങ്സ് കൊണ്ട് മാത്രമാണ്. അതുപോലെ നാമസ്മരണയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ ആൻറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് മീരാബായിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അതൊരു കുഞ്ഞു സ്റ്റോറി ആയിട്ട് ഞാൻ പറയാം. മീരാബായി കൃഷ്ണ ഭജൻസ്, അതായത് കൃഷ്ണന്റെ ഭക്തിയായിരുന്നു. കൃഷ്ണ ഭജൻസ് പാടാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ രാജാവിന്റെ പത്നിയായ മീരാബായി ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നു. ലോകം മൊത്തവും ഈ സ്ഥലങ്ങളിൽ ഇറങ്ങി ഭജനകൾ പാടിക്കൊണ്ടിരുന്നു. അപ്പം രാജാവിന് അതൊരു നാണക്കേടായി തോന്നി. അങ്ങനെ രാജാവിന്റെ സഹോദരിയും കൂടെ മീരാബായിക്ക് വിഷം കലക്കി പാലിൽ കൊടുത്തു. പക്ഷെ മീരാബായി എന്ത് കഴിച്ചാലും അത് കൃഷ്ണ ഭഗവാന് അർപ്പിച്ചിട്ട് മാത്രമേ കഴിക്കാറുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാലും മീരാബായി കൃഷ്ണ ഭഗവാന് അർപ്പിച്ചു. മീരാബായി പാല് കുടിച്ചു. പക്ഷെ മീരാബായിക്ക് ഒന്നും സംഭവിച്ചില്ല. പകരം ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ കൃഷ്ണ വിഗ്രഹം നീല നിറമായി മാറാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ബ്രഹ്മാർപ്പണം പറഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്ന് ഗുരുക്കളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് കഴിച്ചാലും അതിനു മുമ്പ് പ്രാർത്ഥിച്ച് അത് നല്ല പ്രസാദമാക്കി മാറ്റാനായി നമ്മൾ പരമാവധി നോക്കണം. അതുപോലെ തന്നെയാണ് ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം ഒരേ ലൈനിൽ കൊണ്ടുവരണമെന്ന് ആൻറ്റി പറയണത്. കാരണം അതൊക്കെ ഒരേ ലൈനിൽ വന്നാൽ മാത്രമേ നമ്മളൊരു നല്ല വ്യക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ബാക്കിയൊക്കെ നമ്മുടെ പിറകെ വരും. അതുപോലെ തന്നെയാണ് നാം കഴിക്കുന്നത് മാത്രമല്ല ആഹാരം, നാം കാണുന്നതും കേൾക്കുന്നതും സ്മെല് ചെയ്യുന്നതും എല്ലാം ആഹാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്നത് മാത്രമല്ല നല്ലതാവേണ്ടത്. കാണുന്നതായിക്കോട്ടെ, കേൾക്കുന്നതായിക്കോട്ടെ, എന്തായിക്കോട്ടെ അതെല്ലാം നമ്മൾ നല്ലത് മാത്രമായിരിക്കണം. അതിന് ആൻറ്റി പറഞ്ഞു തന്ന ഒരു സോങ് ആണ് കണ്ണുണ്ടായാൽ പോരാ നമ്മൾ നല്ലത് തന്നെ ചെയ്യണം, കാതുണ്ടായാൽ പോരാ നമ്മൾ നല്ലത് തന്നെ കേൾക്കണം എന്ന ചെറിയ വാല്യൂ സോങ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാരൻസിന്റെ ഇമ്പോർട്ടൻസ് ബാലവികാസിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മ ദൈവമാണ്, അച്ഛൻ ദൈവമാണ് എന്നുള്ള കാര്യമൊക്കെ. നമ്മൾ സാധാരണ ഈശ്വരനെ മാത്രമാണ് പൂജിച്ചുകൊണ്ടിരുന്നത്. ബാലവികാസിൽ പോയതിനു ശേഷമാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത്. ഇങ്ങനത്തെ മാതാപിതാക്കളെ പൂജിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെയാണ് ഈശ്വരാംബ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പം മാതൃപൂജകളും മറ്റും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വലിയ ഒരു നല്ല കാര്യമാണ്.
ഈശ്വരാമ്പ കോമ്പറ്റീഷനിൽ പ്രൈസ് ഒക്കെ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ക്യാമ്പൊക്കെ നല്ല നല്ല ക്ലാസ് ആയിരുന്നു. ഈ വർഷത്തെ ക്യാമ്പും അറ്റൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്ലാസ്സസ് ആയിരുന്നു തന്നിരുന്നത്. അതുപോലെ ലതാൻഡിയാണ് നമ്മൾ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തത്. എല്ലാവരെയും ലതാൻഡി ഹെൽപ്പ് ചെയ്തായിരുന്നു. ഗ്രൂപ്പ് 2 എക്സാം എഴുതാനും ലതാൻഡി നന്നായി ഹെൽപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ലതാൻഡിക്കും നല്ലൊരു പങ്കുണ്ട്. അതുപോലെ മാർക്സിനെക്കാട്ടും റിമാർക്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് പറയുന്നതാണ്. കാരണം അതിനൊരു എക്സാമ്പിൾ ആണ്, സ്കൂളിൽ നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് ലോ മാർക്സ് ആണെങ്കിൽ പോലും ടീച്ചേഴ്സ് പറയും റിമാർക്സ് ഉണ്ട്, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും, ക്ലാസ്സിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ ആ മാർക്കിന്റെ കാര്യമൊക്കെ പാരൻസ് മറക്കും. കാരണം ടീച്ചർമാർക്ക് അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം ആയതുകൊണ്ട് തന്നെ മാർക്സ് വേണ്ടെന്നല്ല, എന്നാലും റിമാർക്സ് കൂടുതലാകുമ്പോഴത്തേനും അതും ഒരു പ്രൗഡാണ്. അതുപോലെ തന്നെയാണ് സ്വാമിയുടെ അപാര കൃപയുള്ളതിനാൽ പ്രിയപ്പെട്ട വത്സല ആൻറ്റി രചിച്ച രാമകീർത്തനം രാമനവമി നാളിൽ പ്രശാന്തി നിലയത്തിലെ മലയാള ചാനലിൽ പാടാൻ ഒരു അവസരം ലഭിച്ചു. ഈ അവസരത്തിൽ വത്സല ആൻറ്റിക്കും സൈറാം പറയുന്നു. അതുപോലെ രാമായണത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അമ്മ എങ്ങനെ ആയിരിക്കണമെന്നും ഒറ്റക്കെട്ടായാൽ എന്ത് നടക്കുമെന്നുള്ള എല്ലാം രാമായണത്തിൽ നിന്ന് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ കൗസല്യ, കൈകേയി, സുമിത്ര ഒരുമിച്ച്, അവർ 3 ഭാര്യമാരാണെങ്കിൽ പോലും അവർ ഒരുമിച്ചാണ് എല്ലാം ചെയ്തത്. അതുപോലെ തന്നെ ഈ 3 അമ്മമാരും ഒരു അമ്മ എങ്ങനെ ആയിരിക്കണമെന്ന് ആ 3 പേരും കാണിച്ചു തന്നു. അതുപോലെ രാമന്റെ ക്വാളിറ്റീസ് എല്ലാം നല്ലതാണ്, അതെല്ലാം വേണ്ടി നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതുപോലെ നമ്മളും ഈശ്വരനാണ്. അപ്പൊ നമ്മൾ അവരെ പോലെ, ഈശ്വരന്മാർ കള്ളം പറയാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പോലെ ആയിരിക്കാൻ ശ്രമിക്കണം. അതുപോലെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് കീർത്തനങ്ങൾ പഠിക്കുന്നുണ്ട്, ഭജനകൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും നമുക്ക് നല്ലൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം സ്വാമിയെ കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഈശ്വരാമ്പയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ സ്വാമിയുടെ ഒത്തിരി കഥകൾ അറിയാം. അതെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇത്രയും ഗ്രൂപ്പ് 3 വരെ എത്തിയത്. അപ്പം സ്വാമിയുടെ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്വാമിയുടെ ഒരു സ്റ്റുഡൻ്റ് ആവാനായിട്ട് പറ്റിയത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുഞ്ഞിലെ പ്രസാദം കിട്ടാനാണെങ്കിലും വരുന്നത് പ്രസാദം കിട്ടാനാണ്, പക്ഷെ പിന്നെ ആയപ്പോൾ അത് നല്ലതിന് വേണ്ടിയാണെന്ന് നമുക്ക് തോന്നി തുടങ്ങി. അതുപോലെ തന്നെ അമ്പലമുക്ക് സമിതിയിലുള്ളവരായിക്കോട്ടെ, എല്ലാ സമിതിക്കാരും, പോലെ ചൈതന്യ ബാലവികാസ് ആയിക്കോട്ടെ, എന്ത് നമ്മൾ വിജയിച്ചാലും നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമായിട്ട് പ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആണത്. ഇനിയും വാങ്ങണം, ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ നന്നായിട്ട് നിൽക്കണം എന്നുള്ളവരായത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാ ഗുരുക്കന്മാരും നല്ല സപ്പോർട്ടിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷത്തെ പ്രോഗ്രാംസും അവർ നല്ലപോലെയാണ് നടത്തുന്നത്. ബാലവികാസിൽ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്കും താല്പര്യമാണ്, അമ്മമാരൊക്കെ വിടും. കാരണം മുമ്പൊന്നും നമ്മൾ സന്ധ്യക്ക് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞങ്ങ് നിർത്തും. ഇത് നമുക്ക് 5 നേരം പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പഠിച്ചു. രാവിലെ കുളിക്കുമ്പോഴും കഴിക്കുമ്പോഴും സന്ധ്യയ്ക്കും രാത്രി ക്ഷമാപ്രാർത്ഥനയും എല്ലാം പറയണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പം അതെല്ലാം പറയാൻ ഞാൻ പറയുന്നുണ്ട് ഇന്നും. അപ്പം എല്ലാത്തിനും കാരണമായത് സ്വാമിയാണ്. സ്വാമിയുടെ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും ഇങ്ങനെ പറയാനുള്ള അവസരം തന്നതും സ്വാമിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് ഇങ്ങനെയുള്ള ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ഗുരുക്കന്മാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ സൈറാം പറയുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ജയ് സൈറാം. സൈറാം മോളെ വളരെ നന്നായി മോളെ എക്സ്പീരിയൻസ് പറഞ്ഞത്. വളരെ സന്തോഷം. മോളെ ലിജ നല്ല ഭംഗിയായിട്ട് വായിച്ചു. വളരെ സ്ഫുടമായ വായന, മലയാളം നന്നായിട്ട് വായിച്ചു. അതുപോലെ നല്ല ഭംഗിയായിട്ട്
കൊഞ്ചി കൊഞ്ചി അനുഭവങ്ങൾ പറഞ്ഞത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. ഇടുക്കി ഇനി ഭജനയും നന്നായിട്ട് പാടും. സൈറാം. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും മോൾക്കുണ്ടാവട്ടെ. സൈറാം. కర్మలో అట్టి ఫలము, as is the action so is the తిండియో reward, అట్టి త్రేపు, as is the food so is the bench, తిండియో అట్టి రొట్టె. as is the floor so is the barn. కానీ ఈ ఫలములు అప్పటికప్పటికి ఫలించేటువంటి ఉన్నాయి, కొంతకాలంలో ఫలించేటువంటివిగా ఉన్నాయి, కొన్ని సంవత్సరాలకు ఫలించేటువంటివిగా ఉన్నాయి, కొన్ని యుగములకు కూడా ఫలించేటువంటివిగా ఉన్నాయి. Certain actions yield results immediately, certain actions take time to show the results. కత్తి చేతి కోసుకుంది, Suppose the finger is cut by కానీ a knife. కట్ అయిన తక్షణమే రక్తం వస్తుండాలి. The moment the finger is cut, the blood అదే bleeds. ఫలితం అప్పటికప్పటికి వచ్చేసింది. You will find the reaction immediately. కోసుకున్న తక్షణమే రక్తం వచ్చేసేసి You find the blood coming out, oozing out. ఎక్కడైనా మనము మెట్లు ఎక్కుతూ ఉన్నప్పుడు జారి పడ్డాము, As you climb up the staircase, ఈ suppose you జారి fall. పడటము ఫ్రాక్చర్ రావటము రెండు ఒకే తూరి జరుగుతుంది. As you climb up the staircase and when you fall, you sustain a fracture. జారి Naturally, పట్టం ఒక తూరి, విరిగిపోవటం మరొక తూరి జరగదు, అప్పటికప్పుడే విరిగిపోతుంది. you don't fall it on one day and fracture the following day. No. తెల్లవారి మనం భోంచేశాము, You have taken food this morning. కానీ అప్పటికప్పటికే అరగదు, 2 గంటలు 3 గంటలు టైం తీసుకుంటుంది. It will take 2 to 3 hours to be digested. ఈ కర్మకు కొన్ని గంటలు తీసుకుంటుండాలి. For this action, it takes 2 to 3 hours. తరువాత ఒక విత్తనము భూమిలో నాటాము, You sow a seed, కానీ అప్పటికప్పటికే మొక్క రాదు. but it won't grow into a plant. 2-3 దినాలకంతా కూడా ఒక మొక్క వస్తుంది. After 2 to 3 days, it grows into వచ్చిన a మొక్కను sapling. అప్పుడే ఫలములు ఎండవు. You don't get fruits immediately. ఏ 10 సంవత్సరములకో ఏ 15 సంవత్సరములకో అందులో ఫలములంతా వస్తాయి. It takes 10 to 15 years to yield fruits. కనుక విత్తనం నాటినప్పుడు అప్పుడే ఫలములు రావటం లేదు. You sow a seed, you don't get the కనుక fruits దానికి immediately. కొన్ని సంవత్సరముల టైం తీసుకుంటుంది. So it takes years of time. అదే విధంగానే మానవుడు చేసే ప్రతి కర్మ కూడాను కొన్ని సంవత్సరములు, కొన్ని గంటలు, కొన్ని దినములు, కొన్ని క్షణములు, కొన్ని యుగములు కూడా మారిపోతుంటాయి. All actions that we do, it may take minutes or hours or days or years or ages to కానీ face the ఫలము consequences. మాత్రము తప్పినది కాదు. But you cannot escape from the consequences of your action. സൈറാം, മോളനി ഭജന പാടിക്കോളൂ. സൈറാം. രാമനാമം ഭജരേ രാമനാമം, രാമനാമം ഭജരേ രാമനാമം, രാമനാമ താരകം സായി രാമം, രാമനാമ താരകം സായി രാമം, താരക രാമ സായി രാമ, താരക രാമ സായി രാമ, ആനന്ദ സത്യ സായി രാമ താരകം, പരമാനന്ദ സത്യ സായി രാമ താരകം, രാമനാമം ഭജരേ രാമനാമം, രാമനാമ താരകം സായി രാമം, താരക രാമ സായി രാമ, ആനന്ദ സത്യ സായി രാമ താരകം, പരമാനന്ദ സത്യ സായി രാമ താരകം, രാമനാമം ഭജരേ രാമനാമം. സൈറാം. സൈറാം മോളെ. എല്ലാം ഭംഗിയായി മോളെ. താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ. സായി ഉപമ, ഈ ലോകത്ത് നടക്കുന്ന ക്രൂരതകൾ ഈശ്വരൻ എന്തുകൊണ്ടാണ് തടുക്കാതിരിക്കുന്നത്? ഈശ്വരൻ സാക്ഷിഭൂതൻ മാത്രമാണ്, ഒന്നും ചെയ്യുന്നില്ല. തന്റെ ബുദ്ധിയുടെ പ്രേരണയ്ക്ക് വശംവദരായിക്കൊണ്ട് മനുഷ്യർ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുകയും ആ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈശ്വരൻ നന്മയെന്നോ തിന്മയോ എന്നുള്ള വ്യത്യാസം കാണുന്ന ദ്വൈതഭാവം ഉള്ള ആളല്ല. ഉദാഹരണത്തിന്, ഒരു കത്തി എടുക്കുക. ഒരു കൊലപാതകി ആ കത്തി മറ്റൊരാളെ കൊല്ലുന്നതിന് ഉപയോഗിക്കുന്നു. ഒരു ഡോക്ടർ ആകട്ടെ ശസ്ത്രക്രിയയിലൂടെ ഒരാളുടെ അസുഖം മാറ്റുന്നു. ഒരു പാചകക്കാരനാകട്ടെ ആ കത്തി കൊണ്ട് പലതരം മലക്കറികൾ അണിഞ്ഞ് കറികൾ ഉണ്ടാക്കുന്നു, ഇല്ലേ? അതുപോലെ തന്നെ ഒരു കാന്തം എടുത്ത് ഈ കത്തികളുടെ എല്ലാം അടുത്ത് വെക്കുകയാണെങ്കിൽ ആ കാന്തം എല്ലാ കത്തികളെയും ഒരുപോലെ ആകർഷിക്കുന്നു.
അത് കത്തി ഉപയോഗിച്ചത് എന്തിനാണെന്ന് നോക്കുന്നില്ല. അതുപോലെ ഈശ്വരൻ എല്ലാ കത്തികളും ഒന്നുപോലെ കാന്തത്തിന് എല്ലാ കത്തികളും ഒന്നുപോലെ ആയതുപോലെ ഈശ്വരന് എല്ലാ കർമ്മങ്ങളും ഒന്നു തന്നെയാണ്. കത്തി ഉപയോഗിക്കുന്ന കൈകൾ ആരുടേതാണെന്നോ അയാളുടെ കർമ്മത്തിലെ ഉദ്ദേശശുദ്ധിയും അതനുസരിച്ച കർമ്മഫലവും എന്താണെന്നോ ഭഗവാനല്ല തീരുമാനിക്കുന്നത്, ആ കത്തി ഉപയോഗിച്ച് കർമ്മം ചെയ്തവർ തന്നെയാണ്. ജയ സായിരാം. സായിരാം. മോള് ഭാവിയിലും സ്വാമിയുടെ കാര്യങ്ങൾക്ക് പ്രവർത്തിച്ചുകൊണ്ട് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഭഗവാന്റെ കൃപ കൊണ്ട് മോൾക്കും കുടുംബത്തിനും നല്ല രീതിയിൽ ഭഗവാനുമായിട്ട് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശാന്തി മന്ത്രം ജപിക്കുകയാണ്. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും